നമസ്കാരം. ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകില്ലെന്ന് ഏറ്റവും അറിയാവുന്നത് CPM-കാരായ നേതാക്കൾക്ക് തന്നെയാണ്. പക്ഷേ അവരിപ്പോഴും പറയുന്നത് മൂന്നാം വട്ടവും തങ്ങൾ അധികാരത്തിൽ വരുമെന്നാണ്. അത് 4-ാം തീയതി വരെ അവരുടെ ആ വാദം തുടർന്നുകൊണ്ടേയിരിക്കും. അത് കഴിയുമ്പോൾ പിന്നെ അവർ സ്വാഭാവികമായും നിലപാട് മാറ്റാനൊന്നും ഒരു നാണക്കേടും ഉളുപ്പുമില്ലാത്ത ഒരു വർഗമായതുകൊണ്ട് അവരടുത്തൊരു ന്യായീകരണം എന്താണോ കണ്ടെത്തുന്നത് എന്നെനിക്കറിയില്ല. പാർട്ടിയുടെ നേതാക്കൾ തന്നെ വിലയിരുത്തി കഴിഞ്ഞു പാർട്ടിക്കൊരു തോൽവി ഉണ്ടാകുമെന്ന്. പക്ഷേ അത് മാത്രമല്ല, പല മന്ത്രിമാരും ഈ മത്സരത്തിൽ പരാജയപ്പെടുമെന്നുള്ള ഒരു കണക്കുകൂട്ടലും CPM-നുണ്ട്. നമുക്കറിയാം, 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് യോഗ്യതയുള്ള ഒരൊറ്റ മന്ത്രി പോലും ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. ഏറ്റവും മോശം ആരോഗ്യമന്ത്രി വീണ ജോർജ് ആയിരുന്നു. അവർ ഈ 5 വർഷം കൊണ്ട് എത്രമാത്രം ആരോഗ്യരംഗത്തെ പിന്നോട്ടടിച്ചു എന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. വിദ്യാഭ്യാസ രംഗം, അതുപോലെ ആഭ്യന്തരം എന്ന് വേണ്ട സകല രംഗങ്ങളും സകല മേഖലകളും സകല വകുപ്പുകളും ഈ കഴിഞ്ഞ 5 വർഷങ്ങൾ കൊണ്ട് തകർത്തു തരിപ്പണമായി. ഒരു മന്ത്രിക്ക് പോലും അവരുടെ വകുപ്പിനെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. കൃഷി മന്ത്രിക്കായിരുന്നാൽ പോലും കർഷക ആത്മഹത്യകൾ നടന്നു. വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി മുൻ വൈദ്യുതി മന്ത്രി മാത്യു ടി തോമസിനെതിരെയുള്ള ഓഡിയോ സന്ദേശം പുറത്തുവിട്ടു. പിന്നെ ഒരു വനം മന്ത്രിയുണ്ട്, അദ്ദേഹത്തിൻ്റെ കാര്യം നമുക്ക് പറയാതിരിക്കുന്നതാണ് ഭേദം. പിന്നെ ആകെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തത് KB ഗണേഷ് കുമാറാണ്. അത് അദ്ദേഹം പറയുന്നതാണ് കൂടുതലെങ്കിലും KSRTCയെ ഒരു പരിധിവരെ കരകയറ്റാൻ ഗണേഷ് കുമാറിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. മറ്റുള്ള ഏതൊരു മേഖല എടുത്തു കഴിഞ്ഞാലും തകർത്ത് തരിപ്പണമാക്കിയിട്ടിരിക്കുകയാണ് സർക്കാർ. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള മന്ത്രിമാരിൽ പലരും തോൽക്കുമെന്നാണ് സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ. പക്ഷേ അവരിപ്പോഴും പറയുന്നത് ചെറിയ ഭൂരിപക്ഷത്തിലൊക്കെ ജയിച്ചു കയറും എന്നുള്ളതാണ്. 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മന്ത്രി മാത്രമാണ് തോറ്റതെങ്കിൽ ഇത്തവണ 5 മന്ത്രിമാരുടെ കാര്യത്തിലെങ്കിലും LDFന് ആശങ്കയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1 ഡസൻ മന്ത്രിമാർ തോൽക്കുമെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ മുന്നറിയിപ്പിനെ മുഖ്യമന്ത്രി അടക്കം ചിരിച്ചുതള്ളി. പക്ഷേ ചില മന്ത്രിമാർ കടുത്ത മത്സരം നേരിടുന്നു എന്നാണ് CPM ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. ഏതെങ്കിലും മന്ത്രി തോൽക്കുമെന്ന് ഒരു ജില്ലയിൽ നിന്നും പാർട്ടി ഘടകം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും മന്ത്രിമാർക്ക് 5000-ൽ താഴെ ഭൂരിപക്ഷം കണക്കാക്കിയ മണ്ഡലങ്ങളിൽ എന്തും സംഭവിക്കാമെന്ന ആശങ്ക സംസ്ഥാനത്ത് CPM നേതൃത്വത്തിനുണ്ട്. ചില മന്ത്രിമാരുടെ നില ഭദ്രമല്ലെന്ന വിലയിരുത്തൽ CPI-യുടെയും നേതൃയോഗത്തിലുണ്ടായിരുന്നു. നേമത്ത് V ശിവൻകുട്ടിക്ക് 2000 വോട്ടിൻ്റെയും തൃത്താലയിൽ മന്ത്രി MB രാജേഷിന് 3000 വോട്ടിൻ്റെയും മാത്രം ഭൂരിപക്ഷമാണ് ജില്ലാ സെക്രട്ടേറിയറ്റുകൾ കണക്കാക്കിയത്. ഇതിനപ്പുറമുള്ള കണക്കിലേക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റും കടന്നിട്ടില്ല. എന്നാൽ 2021 നേമം മണ്ഡലത്തിലും തൃത്താല മണ്ഡലത്തിലും ശിവൻകുട്ടിയും MB രാജേഷും ചെറിയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് ജയിച്ചത് എന്നതുകൊണ്ട് CPM-ന് ഒരു ചെറിയ പ്രതീക്ഷയുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ ശിവൻകുട്ടിയുടെ ഭൂരിപക്ഷം 3949 വോട്ടുകൾ മാത്രമായിരുന്നു. തൃത്താലയിലാകട്ടെ MB രാജേഷിന് 3016 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് ഉണ്ടായിരുന്നത്. താനൂർ വിട്ട് തിരൂരിൽ മത്സരിച്ച V അബ്ദുറഹ്മാൻ സ്വന്തം നാട്ടിൽ വലിയ വിജയം നേടുമെന്ന പ്രതീക്ഷയിലാണെങ്കിൽ കടുത്ത മത്സരമാണ് മലപ്പുറത്തെ CPM-ന്റെ വിലയിരുത്തൽ. 10000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സീറ്റ് നിലനിർത്തുമെന്ന് മുസ്ലിം ലീഗ് ഇവിടെ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. സിറ്റിംഗ് സീറ്റായ താനൂരിൽ പാർട്ടി പ്രഖ്യാപിച്ചിട്ടും സ്വന്തം താല്പര്യത്തിൽ തിരൂരിലേക്ക് മാറിയ അബ്ദുറഹ്മാന് ജയിക്കേണ്ടത് പാർട്ടിക്ക് മുന്നിലും അഭിമാന പ്രശ്നമായി കാണുന്നതാണ്. കണ്ണൂരിൽ വ്യക്തിപരമായ സവിശേഷത കൊണ്ട് നേരിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരാറുള്ള രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് ഇത്തവണ കടുപ്പമാണെന്നാണ് CPM കാണുന്നത്. 1745 വോട്ടിനായിരുന്നു കഴിഞ്ഞ തവണത്തെ ഈ കടന്നപ്പള്ളിയുടെ വിജയം. കടന്നപ്പള്ളി ഫാക്ടർ ഇക്കുറി പ്രവർത്തിച്ചില്ലെന്ന് വിശ്വസിക്കുന്ന UDF 6000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. കടന്നപ്പള്ളിയുടെ ആരോഗ്യസ്ഥിതി നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ഒരു നല്ല വ്യക്തിത്വമാണ്, അഴിമതിയുടെ കറപുരളാത്ത ഒരു നേതാവാണെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ ഭരണവിരുദ്ധ വികാരവും പിണറായി വിരുദ്ധ വികാരവും കഴിഞ്ഞ പിണറായി മന്ത്രിസഭയിൽ അംഗമായിരുന്ന കടന്നപ്പള്ളി രാമചന്ദ്രന്റെ വിജയത്തെ ബാധിച്ചേക്കാം. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും കോൺഗ്രസിന്റെ റോയ് കെ പൗലോസുമായി വാശിയേറിയ മത്സരമായിരുന്നുവെന്ന് 2 മുന്നണികളും സമ്മതിക്കുന്നുണ്ട്. റോഷി അഗസ്റ്റിൻ 5573 വോട്ടിന് 2023 ജയിച്ച മണ്ഡലമാണത്. ഇത്തവണ CPM കൈമൈ മറന്ന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ഒരുപാട് കാലത്തിനു ശേഷം കൈപ്പത്ത് ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി എത്തിയത് 10000 വോട്ടിന്റെ വിജയം കൊണ്ടുവരുമെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ അവിടെ വിശ്വസിക്കുന്നത്. 1ാം പിണറായി മന്ത്രിസഭയിലുണ്ടായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം 11 പേരാണ് 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അതിൽ മേഴ്സിക്കുട്ടിയം അവർ കുണ്ടറ PC വിഷ്ണുനാഥിനോട് പരാജയപ്പെട്ടു. അവർ മാത്രമാണ് പരാജയപ്പെട്ടത്. KT ജലീലും കടന്നപ്പള്ളിയും ഒഴികെയുള്ള 9 പേർ 20000 വോട്ടിന് മുകളിൽ ഭൂരിപക്ഷം നേടിയാണ് ജയിച്ചത്. 8 മന്ത്രിമാർ മത്സരിക്കാതെ മാറി നിന്നു. ഇത്തവണ K കൃഷ്ണൻകുട്ടി ഒഴികെ എല്ലാ മന്ത്രിമാരും സ്ഥാനാർത്ഥികളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ മന്ത്രിമാരൊക്കെ ഈ കഴിഞ്ഞ 2021 മുതൽ 26 വരെ കേരളത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അവർ ചെയ്ത പ്രവൃത്തികളൊക്കെ നമ്മൾ കണ്ടതാണ്. ആരോഗ്യരംഗം ഏറ്റവും എടുത്തു പറയേണ്ടത് കേരളത്തിലെ ആരോഗ്യരംഗമാണ്. അത് വളരെ തകർന്നു തരിപ്പണമാക്കി കഴിഞ്ഞു. ഇപ്പോൾ തീപിടുത്തത്തിൽ നശിച്ച ICU
അവിടെ മാസങ്ങളായി തുടി കെട്ടിമറച്ചാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്നത്. അതുപോലും അത് ശരിയാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ആരോഗ്യമന്ത്രി വീണ ജോർജ് കണ്ണൂരിൽ നടത്തിയ ഒരു കരിങ്കൊടി പ്രകടന നാടകം, അതൊക്കെ അവർക്ക് വല്ലാത്ത രീതിയിലുള്ള ദോഷം അവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആറന്മുളയിൽ അബിൻ വർക്കിയാണ് വീണ ജോർജിനെതിരെ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ വിജയസാധ്യത വളരെ കുറവാണ്. അപ്പോൾ നേരിയ ഭൂരിപക്ഷത്തിൽ, അതായത് 2000 മുതൽ 5000 വരെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഈ മന്ത്രിമാരൊക്കെ ജയിച്ചു കയറുമെന്ന് CPM പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ സാധ്യതയില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തോൽക്കും എന്ന് അവർക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ജയിക്കും എന്ന് പറയുന്നത്. എന്തായാലും മുഹമ്മദ് റിയാസിൻ്റെ ഒന്നും കാര്യത്തിൽ അവർക്ക് പറയുന്നില്ല. ഈ വിജയസാധ്യത ഉറപ്പായും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ PV അൻവറാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 5 വർഷത്തെ പിണറായി വിരുദ്ധ വികാരം, ഭരണവിരുദ്ധ വികാരം, അത് വളരെ ശക്തിയായി എല്ലാ മണ്ഡലങ്ങളിലും പ്രതിഫലിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി മെയ് 4-ാം തീയതി ഈ മന്ത്രിമാരൊക്കെ, ഇപ്പോൾ ഈ പറയുന്ന മന്ത്രിമാരൊക്കെ ജയിച്ചു കയറുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം. അല്ലെങ്കിൽ വീണ ജോർജും ശിവൻകുട്ടിയും MP രാജേഷും റോഷി അഗസ്റ്റിനും ഉൾപ്പെടെയുള്ള പലരും വീട്ടിലിരിക്കേണ്ടി വരും.